നമസ്കാരം. അയർലൻഡിലെ മലയാളികളുടെ നാവിൻ്റെ സ്വാദുമുഖങ്ങളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥാപനമാണ് റോയൽ കാറ്ററിംഗ് കമ്പനി. ഞാനിന്നിവിടെ ഉള്ളത് അതിൻ്റെ ഉടമ ശ്രീ അഭിലാഷ് വീട് ഭവനത്തിലാണ്. അദ്ദേഹം ഇന്നിവിടെ ചെറിയൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. ആർക്കാണെന്നല്ലേ? മറ്റാർക്കുമല്ല, ശ്രീ കോട്ടയം നസീർ, അർച്ചന കവി എന്നീ ടീം അംഗങ്ങൾക്കാണ്. അപ്പോൾ അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. റോയൽ കാറ്റേഴ്സിൻ്റെ സാരഥികൾ ശ്രീ അഭിലാഷ്, ശ്രീ ജോഷി, ശ്രീ ഷാലേറ്റ്സ്. ഇന്ന് നമ്മോടൊപ്പം ശ്രീ അഭിലാഷ് നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് തന്നെ ഈ ക്രിസ്മസിൻ്റെ പദ്ധതിയെ കുറിച്ച് ചോദിക്കാം. നമസ്കാരം ശ്രീ അഭിലാഷ് ഭായി. നമസ്കാരം. എന്തൊക്കെയാണ് ക്രിസ്മസിന് പുതിയ പദ്ധതികൾ? ക്രിസ്മസോടുകൂടി ഒരു ഈവൻ മാനേജ്മെന്റ് തുടങ്ങണമെന്നുള്ള ഒരു ആശയത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ഡിഷസും അതുപോലെ തന്നെ ഫുഡുകളൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് വാനും എടുക്കാനുള്ളൊരു പദ്ധതിയായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് തന്തൂർ തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു. എന്തൊക്കെയാണ് ഈ പുതിയ തന്തൂർ വിഭവങ്ങൾ? ഈ തവണത്തെ ക്രിസ്മസിന് തന്തൂരി സെക്ഷനാണ് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത്. തന്തൂരി സെക്ഷൻ്റെ ഭാഗമായിട്ട് തന്തൂരി ചിക്കൻ, ടിക്ക, കബാബ്, പിന്നെ ലാമ്പ് റിബ്, തന്തൂരിൽ വെറൈറ്റി ഡിഷസുകൾ ഈ ക്രിസ്മസോടുകൂടി ലോഞ്ച് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, അവരെത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കവരെ സ്വീകരിക്കാം.
ഹായ് സൈനോദ ഹിയോ. ഇതാ നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. റോയൽ കാറ്ററിംഗിന്റെ ഫുഡ്. അയർലൻഡ് കണ്ട ഏറ്റവും വലിയ സംഗീത വിരുന്നുകളിൽ ഒന്നായിരുന്നു റെക്സ് ബാൻഡ്. സ്റ്റീഫൻ ഡേവിസും അൽഫോൻസും പങ്കെടുത്ത റെക്സ് ബാൻഡ് ടീമിന് റോയൽ കാറ്റേഴ്സ് തന്നെയാണ് ഫുഡ് കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞത്. അതോടൊപ്പം തന്നെ യൂറോ 2014 കോട്ടയം നസീറിന്റെ ഷോ ഇവിടെ നടന്ന സമയത്ത് താരങ്ങൾക്ക് റോയൽ കാറ്റേഴ്സ് ആയിരുന്നു ഫുഡ് കൊടുത്തത്. എന്തായിരുന്നു അവർക്ക് ഫുഡ് കൊടുത്ത സമയത്തുള്ള നിങ്ങളുടെ അനുഭവം? അവർക്ക് അതിൽ നിന്ന് കിട്ടിയ അഭിപ്രായം നല്ലൊരു അഭിപ്രായം തന്നെയാണ്. നല്ല ഫുഡാണ്. കേരളത്തിൽ കിട്ടുന്ന അതേ രീതിയിലുള്ള ഫുഡ് തന്നെയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫുഡ്. എന്നുവെച്ചാൽ നാട്ടിൽ കിട്ടിയ അതേ രീതിയിലുള്ള ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടിയത് എന്നുള്ള അഭിപ്രായമാണ് അവർ പറഞ്ഞത്. ക്രിസ്മസ് ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. എന്താണ് അയർലൻഡിലെ മലയാളികളോട് റോയൽ കാറ്റേഴ്സിന് പറയാനുള്ളത്? അയർലൻഡിൽ താമസിക്കുന്ന എല്ലാ നല്ലവരായ മലയാളികൾക്കും റോയൽ കാറ്റേഴ്സിൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. കൈപ്പുണ്യത്തിന് നിറവുമായി അയർലൻഡിലെ എല്ലാ മലയാളികളെയും ഇനിയും സേവിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്മസും നല്ലൊരു പുതുവത്സരവും നേർന്നു. നമസ്കാരം. നമസ്കാരം.